പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിലാണ് പ്രൈം നമ്പേഴ്സ് പറയുന്നത്. ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 1, 2, 3, 4, 5 എക്സെട്ര ഇങ്ങനെ പോവും അല്ലേ? പക്ഷേ 1 ഇതിൽ നമ്മൾ ഒരാളെ ഒഴിച്ച് നിർത്തണം. 1 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ല. അതായത് ഭാജ്യസംഖ്യയോ അല്ല, ഭാജ്യസംഖ്യയോ അല്ല. അതും ഇപ്പം തന്നെ പഠിച്ചേക്കണേ. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയാണ് ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യയാണ് അഭാജ്യസംഖ്യകൾ. അപ്പോൾ 1 നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 1 = 1 ആണ്. ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഘടകങ്ങൾ 2ൽ താഴെയാണ്. ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ 1-ന്. അത് 1 തന്നെയാണ്. അപ്പോൾ എന്താണ്? പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. അപ്പോൾ ഈ 2 മുതലാണ് നമ്മൾ ഇനി പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും തിരിച്ചറിയേണ്ടത്. 2നെ എങ്ങനെ എഴുതാം? 1 × 2 = 2. വേറെ ഏതെങ്കിലും രണ്ട് സംഖ്യ വെച്ച് നമുക്ക് 2നെ എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ 2ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 2ഉം. ഓക്കെ അല്ലേ? ഇനി 3 നോക്കാം. അപ്പോൾ 2 ഒരു പ്രൈം നമ്പറാണ്. 3 നോക്കാം. 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 3 = 3. നമുക്ക് 3നെ വേറെ ഏതെങ്കിലും രണ്ട് സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. 1 × 3 = 3. അപ്പോൾ ഈ 3ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 3ഉം. ഇനി 4 എടുത്ത് നോക്കിയാൽ 4 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2 × 2 = 4 എഴുതിക്കൂടെ? പിന്നെ 1 × 4 = 4 എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ എത്ര സംഖ്യകൾ വന്നു ഘടകങ്ങളായിട്ട്? 1 വന്നു, 2 വന്നു, 4 വന്നു അല്ലേ? 4ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1, 2, 4. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. അപ്പോൾ എന്തായി? ഇതൊരു പ്രൈം നമ്പർ അല്ല 4 എന്ന് പറയുമ്പോൾ. 4ന് 2ൽ കൂടുതൽ ഘടകങ്ങൾ വന്നു അല്ലേ? അപ്പോൾ 4 എന്താണ്? 4 ഒരു ഭാജ്യസംഖ്യയാണ്. അതായത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഓക്കെ. അപ്പോൾ 4 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയാണ്. 3 ഒരു അഭാജ്യസംഖ്യയാണ്. ഇനി 5 എടുത്ത് നോക്കാം നമുക്ക്. 5 എടുത്ത് നോക്കാം. 5നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 5നെ 1 × 5 വേറെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുമോ? 5നെ ഇല്ല. 1 × 5 = 5. അപ്പോൾ എത്ര ഘടകങ്ങളുണ്ട്? 1ഉം 5ഉം. 2 ഘടകങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 5 ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ. ഇനി അടുത്ത നമ്പർ 6 എടുത്ത് നോക്കാം. 6ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 1 × 6 = 6 അല്ലേ? വേറെ എങ്ങനെ എഴുതാൻ പറ്റും? 2 × 3 അല്ലേ? 6 അല്ലേ? 2 × 3 6. അപ്പോൾ എത്ര ഘടകം വേറെ ഏതെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര ഘടകങ്ങളുണ്ട്? 1, 2, 3, 4 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, ഭാജ്യസംഖ്യയാണ്. അതൊരു പ്രൈം നമ്പർ അല്ല. ഓക്കെ. ഇനി 7, 8 ഓരോ സംഖ്യകൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഈ 2 ഘടകങ്ങളാണോ 2ൽ കൂടുതൽ ഘടകങ്ങളാണോ വരുന്നത്? അപ്പോൾ നമുക്ക് തിരിച്ചറിയാം പ്രൈം നമ്പറാണോ അത്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പറാണോ. ഓക്കെ. ഇനി കുറച്ച് വലിയ സംഖ്യ തന്നു കഴിഞ്ഞാൽ എത്ര ഘടകങ്ങളുണ്ട് എന്ന് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 24 എടുത്ത് നോക്കാം. നിങ്ങൾ 24 നമുക്ക് എങ്ങനെ ചെയ്യാം? 1 × 24 ചെയ്യാം. പിന്നെ 2 × 12 ചെയ്താൽ 24 കിട്ടുന്നതാണ്. പിന്നെ 3 × 8 ചെയ്താൽ നമുക്ക് 24 കിട്ടുന്നതാണ്. പിന്നെ 4 × 6 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 24 കിട്ടുന്നതാണ്. അപ്പോൾ 24ന് എത്ര ഘടകങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഘടകങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അത് എന്തായാലും ഒരു ഭാജ്യസംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പറാണ്, പ്രൈം നമ്പർ അല്ല. ഓക്കെ. ഇനി ഇതിൻ്റെ ഘടകങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക്
ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ആദ്യം രണ്ടിടത്ത് നമുക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 4 2 × 6 12 2 3. ഇതെന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ. ഇവിടെ വരുന്ന അത്രയും എന്തായിരിക്കും? പ്രൈം നമ്പേഴ്സ് മാത്രമായിരിക്കും. ലാസ്റ്റ് ഒരു പ്രൈം നമ്പർ വരുന്നവരെ നമ്മളിത് ഫാക്ടറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് എഴുതാം? 2 × 2 × 3 = 24. അതായത് 2 ക്യൂബ് × 3 ആണ് 24. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 2ൻ്റെ പവർ എടുക്കുക. എത്രയാണ്? 3 ആണ്. ഇവിടെ 3യുടെ പവർ 1 ആണ് അല്ലേ? ഇനി പവേഴ്സിൻ്റെ കൂടെ ഓരോന്ന് കൂട്ടുക. കൂട്ടിയിട്ട് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് 24ൻ്റെ ഘടകങ്ങളുടെ എണ്ണം കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് 2ൻ്റെ പവർ 3 + 1 ചെയ്യുക ഇൻറ്റു 3. 3ൻ്റെ പവർ 1 ആണ്. 1 + 1 എത്രയാണ് കിട്ടുക? 4 × 2 = 8. അതായത് 24-ന് 8 ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ചെയ്ത് നോക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 1 2 3 4 5 6 7 8. കറക്റ്റ് അല്ലേ? 100 എടുത്ത് നോക്കാം. നമുക്ക് 100 എടുത്തിട്ട് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ചെയ്ത് കഴിഞ്ഞാൽ 50. 2 × 4 10 5. ഇനി 2 പോവോ 25-ന്? ഇല്ല. 3 പോവില്ല. അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. 5 5 25. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 100 എന്ന് പറയുന്നത് 2 × 2 × 5 × 5 = 2² × 5². ഇങ്ങനെ എഴുതിക്കൂടെ? എന്ത് ചെയ്യും? നമുക്ക് 100ൻ്റെ ഘടകങ്ങളുടെ എണ്ണം കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യും? പവർ എടുക്കുക. 2 എടുക്കുക. 2 + 1 × 2 + 1 = 3 × 3. 100-ന് എത്ര ഘടകങ്ങളുണ്ട്? 9 ഘടകങ്ങളുണ്ട്. അപ്പോൾ 100 ഒരു പ്രൈം നമ്പർ ആണോ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണോ? 2-ൽ കൂടുതൽ ഘടകങ്ങൾ വന്നില്ലേ? അപ്പോൾ 100 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഓക്കെ, ഇനി നമുക്ക് 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആദ്യം തന്നെ പ്രൈം നമ്പേഴ്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1-നെ ഒഴിവാക്കി. 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല. 2 ഒരു പ്രൈം നമ്പറാണ്. 3 ഒരു പ്രൈം നമ്പറാണ്. 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 5 ഒരു പ്രൈം നമ്പറാണ്. 6 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഇനി ഇരട്ട സംഖ്യകളെല്ലാം എന്തായിരിക്കും? ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. എന്തുകൊണ്ട്? 1ഉം അതേ സംഖ്യയും കൂടാതെ എന്തായാലും 2 എന്ന് പറയുന്ന സംഖ്യ അതിൻ്റെ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസും അതിൻ്റെ ഘടകങ്ങളായിരിക്കും. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് എല്ലാം എന്ന് പറയുന്നില്ല. 2 എന്തായാലും ആ സംഖ്യയുടെ എന്തായിരിക്കും? ഘടകമായിരിക്കും 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യകൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തൂടെ? 8-നെ നമുക്ക് കളയാം. 10 കളയാം. 12 പ്രൈം നമ്പർ അല്ല. 14 അല്ല. 16 ആയിരിക്കില്ല. 18 20 22 24 26 അല്ല. അങ്ങനെ നമുക്ക് ഇരട്ട സംഖ്യകളെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള സംഖ്യകളിൽ 2-ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളുണ്ടോ എന്ന് നമുക്ക് നോക്കണം. 9 എടുത്തു കഴിഞ്ഞാൽ എന്താ? നമുക്ക് 1ഉം 9ഉം കൂടാതെ നമുക്ക് 9-നെ എങ്ങനെ എഴുതാൻ പറ്റും? 3 × 3 എന്ന് എഴുതാൻ പറ്റൂലേ 9-നെ? അപ്പോൾ ഒരു സംഖ്യ കൂടെ എക്സ്ട്രാ വന്നില്ലേ ഘടകമായിട്ട്? 3യും കൂടെ ഘടകമായിട്ട് വന്നില്ലേ? അപ്പോൾ 3 ഘടകങ്ങൾ വന്നു 9-ന്. അപ്പോൾ നമുക്ക് 9-നെയും ഒഴിവാക്കാം.
11 ഒരു ഘടകം മാത്രമേ ഉള്ളൂ. 1 × 11 മാത്രമേ എഴുതാൻ പറ്റൂ 11-നെ. സെയിം 13 1 × 13 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 15-നെയോ 1 15 കൂടാതെ നമുക്ക് 15-നെ 3 × 5 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 3 വന്നു ഘടകമായിട്ട്, 5 വന്നു ഘടകമായിട്ട്. അപ്പോൾ ഇതൊരു പ്രൈം നമ്പർ അല്ല. 17-ഓ 17-ന് വേറെ ഘടകങ്ങളൊന്നുമില്ല, 1 × 17 മാത്രം. സെയിം അതുപോലെ 19 ഒരു പ്രൈം നമ്പറാണ്. 21 21 കൂടാതെ 21-നെ 3 × 7 എന്ന് എഴുതാം. അപ്പം 3ഉം 7ഉം 1ഉം 21 കൂടാതെ 21-ൻ്റെ ഘടകങ്ങളാണ്. അപ്പം ഇതും ഒരു പ്രൈം നമ്പർ അല്ല. 23 നമുക്ക് 1 × 23 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 25-ഓ 25-നെ നമുക്ക് 5 × 5 എന്ന് കൂടെ എഴുതാൻ പറ്റും. 1 × 25 എന്നല്ലാതെ 5 × 5 എന്ന് കൂടെ എഴുതാൻ പറ്റും. അപ്പോൾ 5ഉം 25-ൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ 2-ൽ കൂടുതൽ ഘടകങ്ങൾ വന്നു. 25 അല്ല 27 നമുക്ക് ഇങ്ങനെ എഴുതാം. 3 × 9 27 അല്ല. 29 ഒരു പ്രൈം നമ്പറാണ്. 31 ഒരു പ്രൈം നമ്പറാണ്. 33-നെ നമുക്ക് 3 × 11 എന്ന് കൂടെ എഴുതാം അല്ലേ? 33 ആവും. അപ്പോൾ 3ഉം 11ഉം കൂടെ ഇതിന് ഘടകങ്ങളായിട്ട് വരും. പ്രൈം നമ്പർ അല്ല. 35-ന് 7 5 35 എന്ന് കൂടെ എഴുതാൻ പറ്റും. 37-ന് 1 × 37 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 39-നെ നമുക്ക് 13 × 3 എഴുതാം അല്ലേ? 39 കിട്ടും. അപ്പോൾ 13ഉം 3ഉം 39-ൻ്റെ ഫാക്ടേഴ്സാണ്. അത് പ്രൈം നമ്പർ അല്ല. 41 ഒരു പ്രൈം നമ്പറാണ്. 43 ഒരു പ്രൈം നമ്പറാണ്. 45-നെ 9 5 45 എന്ന് കൂടെ എഴുതാം. അത് കട്ട് ചെയ്യാം. 47 ഒരു പ്രൈം നമ്പറാണ്. നമുക്ക് 49ഉം ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 50-ന് അകത്ത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിങ്ങനെയും വരച്ചും കണ്ടുപിടിക്കാൻ ഒത്തിരി വിഷമമുള്ള കാര്യമില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ബൈഹാർട്ട് പഠിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് 1 മുതൽ 100 വരെ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 മുതൽ 10 വരെ 4 പ്രൈം നമ്പേഴ്സ്, 10 മുതൽ 20 വരെ 4 പ്രൈം നമ്പേഴ്സ്, 20 to 30 2, 30 to 40 2 പ്രൈം നമ്പേഴ്സ്, 40 to 50 3 പ്രൈം നമ്പേഴ്സ്, 50 to 60 2, 60 to 70 2, 70 to 80 3, 80 to 90 2, 90 to 100 ഒരു പ്രൈം നമ്പർ. ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 25 പ്രൈം നമ്പേഴ്സ് 1 മുതൽ 100 വരെ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യയുടെ ഇടയിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. 30 മുതൽ 50 വരെ, 30 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? എന്ത് ചെയ്യാം നമുക്ക്? 30 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമുണ്ട്? 2 + 3 5 അഭാജ്യ സംഖ്യകൾ. 20 മുതൽ 80 വരെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 20 to 80 നമുക്കിവിടെ നിന്ന് കൗണ്ട് ചെയ്താൽ പോരെ? ഇത് മുതൽ ഇതുവരെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 to 80 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഈ നമ്പേഴ്സും കൂടെ നിർബന്ധമായിട്ട് പഠിക്കുക. 4 4 2 2 3 2 2 3 2 1 ഒരു കോഡ് പോലെ നിങ്ങളത് പഠിച്ചിരിക്കുക. താങ്ക് യു.